താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന ഇടതുപക്ഷ നിലപാട് അപഹാസ്യകരമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി. പച്ചക്കറി മാർക്കറ്റിനെതിരെ LDF നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ്. കാലടി ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന ഇടതുപക്ഷ നിലപാട് അപഹാസ്യകരമാണ്. 2023-24 വർഷത്തെ സാമ്പത്തിക വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ 17 കോടിയിൽ പരം രൂപയുടെ പദ്ധതികൾ, ഏതാണ്ട് 126 പദ്ധതികൾക്ക് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങുകയും അതിന് TS വേണ്ടതിന് സാങ്കേതിക അനുമതി വാങ്ങേണ്ടതിന് അതും വാങ്ങി ടെൻഡർ ചെയ്താണ് പദ്ധതികൾ നടപ്പിലാക്കുക. ഇപ്പോൾ പദ്ധതികളുടെ നിർവഹണമാണ്. ഈ നിർവഹണ കാലയളവിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഇവിടെ 5 കമ്മിറ്റികൾ ചേർന്നു. ജനുവരി മാസത്തിൽ 4ഓളം പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളുണ്ടായിരുന്നു. ഈ യോഗങ്ങളിലെല്ലാം പദ്ധതി ഒരു പ്രധാന അജണ്ട വിഷയമാണ്, വാർഷിക പദ്ധതി. ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ കമ്മിറ്റികളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം, പഞ്ചായത്തിൻ്റെ മാർക്കറ്റിൻ്റെ മുൻപിൽ ഉള്ള സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ മാർക്കറ്റ് പൂർണ്ണ സജ്ജമാക്കുന്നതിന് വേണ്ടി ഒരു വെജിറ്റബിൾ മാർക്കറ്റ്, അതായത് പച്ചക്കറി വിപണനശാല എന്ന പേരിൽ 5 റൂമുകൾ നിർമ്മിക്കാനായിട്ട് ഈ ഭരണസമിതി കഴിഞ്ഞ പദ്ധതി ഉണ്ടാക്കിയപ്പോൾ തീരുമാനിച്ച അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അതാണ്. അതിനുശേഷം അത് TSന് വിട്ട് 35 ലക്ഷം രൂപയാണ് അതിന് വകയിരുത്തിയിട്ടുള്ളത്. അത് TSന് വിട്ട് TS ലഭിച്ച മുറയ്ക്ക് ടെൻഡർ ചെയ്ത് പദ്ധതി നിർമ്മാണം ആരംഭിക്കാൻ തടസ്സമായി നിന്നത് അവിടെ ഉണ്ടായിരുന്ന MCF ആണ്. ഈ MCF അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നതിന് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു 50,000 രൂപയുടെ. ആ 50,000 രൂപയുടെ പ്രോജക്റ്റ് കൊട്ടേഷൻ വെച്ച് അത് ഒരു കരാറുകാരൻ എടുത്തതിന് ശേഷമാണ് ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി അറവുശാലയുടെ അപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കാനായത്. ഇത് മുഴുവൻ കമ്മിറ്റികളിലും ചർച്ചാ വിഷയമാണ്. കൊട്ടേഷൻ്റെ കാര്യവും മാറ്റി സ്ഥാപിക്കുന്ന കാര്യവും ഇവിടെ നിർമ്മാണം തുടങ്ങുന്ന കാര്യവും ഒക്കെ ചർച്ചാ വിഷയമാണ്. അങ്ങനെ ടെൻഡർ ചെയ്ത പദ്ധതികൾ സമയബന്ധിതമായി ആരംഭിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്ന മുറയ്ക്ക് കഴിഞ്ഞ ദിവസം അതിനൊരു കല്ലിടണമെന്ന് കരാറുകാരൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കല്ലിടൽ കർമ്മമാണ് അവിടെ നടത്തിയത്. ധാരണ പ്രകാരം വാട്സപ്പ് സന്ദേശത്തിലൂടെയും ഫോണിലൂടെയുമാണ് പഞ്ചായത്ത് അംഗങ്ങളെ എല്ലാവരും ഇക്കാര്യം അറിയിച്ചുകൊണ്ടിരുന്നത്. ഇവരിത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം, കിഫ്ബിയുടെ ഒരു 13.5 കോടി രൂപയുടെ ആധുനിക പച്ചക്കറി മാർക്കറ്റ് ഇവിടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കൊണ്ടുവരികയുണ്ടായി. അത് പഞ്ചായത്ത് ഭരണസമിതിയെ കൂച്ചുവിലങ്ങടും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അതിൽ നിന്ന് പിന്നോട്ട് പോയത്. അതിൻ്റെ വിഷമവും ഇവർക്ക് കാണാം. അത് നേരെ സംസാരിച്ചാൽ മതിയല്ലോ. ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തിൽ അജണ്ട വെച്ച് തീരുമാനിക്കണം, ഒരു നിർമ്മാണോദ്ഘാടനം നടത്തണമെങ്കിൽ പഞ്ചായത്തിൽ അജണ്ട വെച്ച് തീരുമാനിക്കണമെന്ന് പറയുന്നവർ ആക്ട് ഒന്ന് പഠിക്കണം. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരു കോക്കസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോക്കസുമാണ് ചെറിയ ശിങ്കിടികളെന്നൊക്കെയാണ് പറയണേ. അപ്പം ഇവരാരാന്ന് അവരൊന്ന് മനസ്സിലാക്കണ്ടേ? പഞ്ചായത്ത് ഭരണം 5 വർഷത്തേക്ക് UDFനെ ഈ ജനം കാലടിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് എന്നെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ട് അംബിക ചേച്ചിയെയും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ആലോചിച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ പല കാര്യങ്ങളും നടത്തേണ്ടി വരും. അത് നടത്താനാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. ജനം തരുന്ന നികുതി പണം സുതാര്യമായി ധൂർത്തില്ലാതെ കൃത്യമായി നിർവഹിക്കാൻ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്.